ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് കാർഡ് താഴെ നിന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കേട്ടോ. ഇന്ന് നമ്മളെ സംബന്ധിച്ചൊരു ഭാഗ്യദിനമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കാലം നമുക്ക് അനുകൂലമായി കറങ്ങുന്നു എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. വളരെ ഭാഗ്യമുള്ള ദിവസമാണ്. അതുപോലെ നമ്മൾ പാസ്റ്റിൽ നിന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമുക്ക് കാർമിക് സൈക്കിൾസ് എൻഡ് ആവുന്നതിൻ്റെ കാർഡ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മൾ നമ്മുടെ ഒരു സാൽവേഷൻ എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വലിയ വലിയ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ എന്തായി പോകുന്നുണ്ടെന്നാണ്. ഒരുപക്ഷെ ഈ വീഡിയോസ് കാണുന്നത് മോസ്റ്റ്ലി ഒരു 35-നും എബോവ് ഏജുള്ള ആളുകളായിരിക്കും. കാരണം യങ്ങർ ഏജസിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ കാർമിക് സിറ്റുവേഷൻസ് എൻഡാകാൻ സമയമെടുക്കും. അപ്പോൾ ഒരു 35 to 45 അല്ലെങ്കിൽ 45 മോർ ദാൻ 45 ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലോട്ടൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ കാർമിക്കിൻ്റെ കാർഡ് വരുന്നത്. കാർമിക് ഇന്നലെ നമുക്ക് ജസ്റ്റിസിൻ്റെ കാർഡായിരുന്നു ഫസ്റ്റ് വന്നത്. അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ എൻഡായി എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് വരിക, അവരുമായിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്നുകിൽ താതാത്മ്യപ്പെടുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു സൈക്കിൾ എൻഡായി കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ മോസ്റ്റ്ലി ഈ ഒരു പ്രായത്തിൽ നമുക്ക് വന്നു ചേരുന്നത്. കൂടുതലും റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ഒരു 35 to എബോവ് ഏജസിലേക്കൊക്കെ നമ്മളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി വരാറുള്ള പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ടെന്ന് ഇടണം കേട്ടോ. നിങ്ങളാർക്കും അറിയില്ലല്ലോ. അപ്പോൾ ഏജിട്ടാ കുഴപ്പമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് എത്ര ഏജ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. നമുക്ക് ഒരു കാർമിക് സൈക്കിൾ എൻഡാവുന്നതായിട്ടും അതുപോലെ വീൽ ഓഫ് ഫോർച്യൂണാണ്. ഫോർച്യൂൺ ഭാഗ്യമാണ്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ കർമ്മ അവസാനിച്ച് നമ്മളതിന് റിവാർഡ് വാങ്ങിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. എന്ന് നിങ്ങൾക്ക് ധാരാളം പണം വന്ന് ചേരും. ഭാഗ്യമാണ്. ചിട്ടി അടിക്കുക, കൊറി അടിക്കുക, ലോട്ടറി അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭാഗ്യമുള്ള ദിവസമാണ് കേട്ടോ. എനിക്ക് ഇന്നലെ ചിട്ടി അടിച്ചായിരുന്നു. ഞാനതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ കിങ് ഓഫ് പെൻറ്റക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും എനിക്കിന്ന് ചിട്ടി അടിക്കുമായിരിക്കുന്നു. അതുപോലെ എനിക്ക് ഇന്നലെ ചിട്ടി അടിച്ചു. അപ്പോൾ ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യദിനമാണ്, ഭാഗ്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാർമിക് ദിനമാണ്. അതുകൊണ്ട് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ഇനിയും നമ്മൾക്ക് കാർമിക് സിറ്റുവേഷൻസ് പുതിയതായിട്ട് ഉണ്ടാക്കാതെ ഓൾറെഡി ചെയ്ത് പോയതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. പുതിയ പുതിയ കർമാസ് എടുത്ത് തല്ലിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാർമിക് സിറ്റുവേഷൻസ് എന്തായി നമുക്ക് സാൽവേഷനിലേക്ക് പോകാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വീണ്ടും നമ്മൾ ജനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഭാഗ്യമുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. പുതിയ എന്തെങ്കിലും പുതിയൊരു സൈക്കിൾ ആരംഭിക്കുന്നുണ്ടാവാം. പിന്നെ ചിലപ്പോൾ ചില ആളുകൾ റിലേഷൻഷിപ്പിലേക്ക് വന്ന് വീഴുന്നുണ്ടായിരിക്കും. ചിലർക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ തുടക്കം കിട്ടുന്നുണ്ടായിരിക്കും. കാരണം ലക്കാണ്. അപ്പം ലക്കെന്ന് പറഞ്ഞാലും ഈ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാവുള്ളൂ. വീൽ ഓഫ് ഫോർച്യൂൺ ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇറ്റ്സ് എ മേജർ കാർഡിന് ഒരു വർഷം വരെയൊക്കെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഒരു വർഷം വരെയൊക്കെ നിങ്ങൾ ഈ ഭാഗ്യം നിൽക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് എന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമികമായിട്ടുള്ള ഒരു ഇരുണ്ട യുഗം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ജീവിത ശൈലിയിലേക്കായിരിക്കും. നിങ്ങൾ പുതിയ ഒരു ബൊട്ടിക്കോ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്തെങ്കിലും തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പുതിയ വരുമാന കിട്ടാനുള്ള സ്രോതസ്സുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല രീതിയിൽ പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളൊരു ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയ ഒരു വർഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു തുടക്കമാണെന്ന് കാണുന്നുണ്ട്. ഇത് മറിഞ്ഞു പോയ കാർഡായിരുന്നു കേട്ടോ. സൺ കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ മറിഞ്ഞു പോയതാണ്. ഞാൻ വീണ്ടും ഷഫിൾ ചെയ്തു, പക്ഷേ വീണ്ടും അതെൻ്റെ തന്നെ വന്നു. സൺ കാർഡ് ഇത് യാത്രയാണ്. വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഒരു കുട്ടിയെപ്പോലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് വളരെ നിഷ്കളങ്കമായിട്ട് നമുക്ക് ഒരു യാത്ര പോകാൻ പറ്റുന്നൊരു യാത്രയുണ്ട്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ആരുടെയോ കൂടെ കുതിരപ്പുറത്ത് കയറിയ ഒരു കുട്ടി യാത്ര ചെയ്യുന്ന അത്രയും ലാഘവത്തോടു കൂടി വളരെ ഇന്നസെൻ്റ് ആയിട്ട് ആസ്വദിച്ച് നിങ്ങൾക്കൊരു യാത്ര പോകാൻ പറ്റുമെന്നാണ് സൺ കാർഡ് പറയുന്നത്.
വളരെ പുതിയൊരു തുടക്കമാണ്. ഇതൊരു പുതിയ ശരിക്കും പറഞ്ഞ ഒരു റീബർത്താണ്. ഈ സൺ എന്ന് പറയുന്നത് റീബർത്തിൻ്റെ കാർഡാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ പുനർജന്മമായിരിക്കും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ റാൻഡംലി പറഞ്ഞാണ്, നിങ്ങൾ ചിലപ്പോൾ പുതിയ ആളുകളെ കാണുന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഉടനെ ഒരു കൊച്ചുകുട്ടിയുടെ കാർഡ് വരികയും ചെയ്തു. അപ്പോൾ ചിലപ്പോൾ ഒരു പഴയ ജന്മത്തിൽ നിന്ന് പുതിയ ജന്മത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ കണ്ടില്ലേ, ആ ഒരു ലൂപ്പ് കഴിഞ്ഞപ്പം പുതിയ ആളുകളുടെ എൻട്രിയാണ്. അപ്പോൾ ഒരു പുതിയ ആൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ചിലപ്പം യാത്രകൾ ഒരുമിച്ച് വരുന്നുണ്ടാവും. അതുപോലെ സൺ കാർഡ് വരുന്നത് പുതിയ തുടക്കം എന്ന് പറയുന്നുണ്ട്. കാരണം സൺ ഓരോ ദിവസവും സണ്ണ് പുതിയ സണ്ണാണ്. അതായത് ഇന്നലെ നമ്മൾ ഒരുപാട് ട്രോമയിലൂടെ പോയിട്ടായിരിക്കും രാത്രി കിടന്നുറങ്ങിയിട്ടുള്ളത്. പക്ഷേ രാവിലെ ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ആ രാത്രി കൊണ്ട് നമ്മുടെ കുറേ കാർമിക് സിറ്റുവേഷൻസ് കവറായി പോയിട്ടുണ്ടാവും. നമ്മൾ കുറേ പെയിനൊക്കെ അനുഭവിച്ചാണ് രാത്രി കിടന്നുറങ്ങിയിട്ടുള്ളതെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ പെയിനൊക്കെ നമുക്ക് ക്യൂർഡാണ്, നമ്മൾ ഹീലാവുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉള്ള പെയിനിലല്ല നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത്. നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടാണ് രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു വളരെ പുതിയ പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കം എന്നാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു തുടക്കം എന്നാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു തുടക്കം എന്നാണ്. പാസ്റ്റിൽ എന്തോ സംഭവിച്ചായിക്കോട്ടെ, ഇന്നു മുതലൊരു പുതിയ തുടക്കം, പുതിയ ഒരു സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ്. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും. ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ പുകഴ്ത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ സൺകാർഡ് എന്ന് പറയുന്നത് നിങ്ങളെ കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായിരിക്കുമെന്ന്. നിങ്ങളെ കാണുമ്പോൾ ആളുകൾക്ക് ഇത് കൊള്ളാലോ കാണാൻ എന്നുള്ള രീതിയിൽ ആളുകൾ നിങ്ങളെ നോക്കുക, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഭംഗി അപ്രീഷിയേറ്റ് ചെയ്യുക, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിച്ചൊരു നല്ല വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരു വിളംബരം പോലെ, ഒരു മെസ്സേജ് പോലെ, നിങ്ങൾ എന്താണോ കേൾക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ കേൾക്കണം എന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടും. ഇത് ഹീലായിട്ടുള്ള ഒരാളാണ്. അപ്പം നിങ്ങളിലെ കുറേ കാർമികമുള്ള സിറ്റുവേഷൻസ് എൻഡായി, നിങ്ങൾ ഹീലായി. എന്താണ് വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞത്? നിങ്ങൾ ഹീലായി പുറത്ത് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ തുടക്കമാണ്. സക്സസിൻ്റേതായ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. പുതിയ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വരും. ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു പുനർജന്മം പോലെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ആരോ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതാണ് സണ്ണ് പറയുന്നത്. പുനർജന്മമെന്നോ പുതിയ തുടക്കമെന്നോ ഫ്രഷ് ന്യൂ ബിഗിനിങ് എന്നോ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, വളരെ പോസിറ്റീവ് ആണെന്നാണ് കാണുന്നത്. നെക്സ്റ്റ് എംബറാണ്. യൂണിഫോം ജോബ് ഇട്ട ആളുകളൊക്കെ ലൈഫിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. മേ ബി പോലീസായിരിക്കാം, പട്ടാളമായിരിക്കാം, അങ്ങനെയുള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രക്ചർ വരണം എന്നാണ്. ഇന്നത്തെ ദിവസം ഒരു സ്ട്രക്ചർ വേണം. ഇന്ന് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ എന്ന് നിങ്ങൾ എണീക്കുന്നത് ഒരു 6 മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 6 മണിക്ക് എണീറ്റാൽ പറ്റില്ല, അപ്പോൾ ഞാൻ 5 മണിക്ക് എണീക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം സ്ട്രക്ചർ ചെയ്യും, നാളെ മുതൽ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്ന് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യാൻ സാധ്യതയുണ്ട്. ജീവിതത്തിനൊരു ഘടന കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതാണ് എംബറർ പറയുന്നത്. അതുപോലെ യൂണിഫോം ജോബ് ഇട്ട ആളുകളുമായിട്ടുള്ളൊരു എൻകൗണ്ടർ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എന്തോ ആകട്ടെ, യൂണിഫോം ഇട്ട ആരും ആകാം. അങ്ങനെയുള്ള ആളുകളായിട്ടൊരു എൻകൗണ്ടർ. ചിലപ്പോൾ നിങ്ങൾ വണ്ടിയുടെ ആവശ്യത്തിന് നിങ്ങൾ RD ഓഫീസിൽ പോകുന്നതായിരിക്കും, RTOയിൽ പോകുന്നതായിരിക്കും, പിന്നെ പോലീസാവാം, പട്ടാളമാകാം, എന്തോ കോടതിയാകാം. യൂണിഫോം ഇട്ട് എന്തോ ആകും കേട്ടോ. ഫോറസ്റ്റ്, എക്സൈസ്, അങ്ങനെയുള്ള ജോബുകളില്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളായിട്ട് അവരുമായിട്ട് ഒഫീഷ്യലി വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അൺഒഫീഷ്യലി ആണെങ്കിൽ പോലും ആ ആളുകളുമായിട്ട് അവരുടെ ജൂറിസ്ഡിക്ഷൻ നമ്മൾ പറയത്തില്ലേ, അവരുടെ ഒരു എന്തായാലും വെള്ളം എന്താ പറയുക, അവരുടെ ഒരു മലയാളം അറിഞ്ഞൂടെന്നല്ല കേട്ടോ, ആ വാക്കിൻ്റെ മലയാളം എനിക്കിപ്പോൾ ഒന്നാക്കിൽ വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആളുമായിട്ട് ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ പ്രശ്നം. അപ്പം നമുക്ക് ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ട്, ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കാം. ഇല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മളൊരു നിയമോപദേശം തേടുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാനും സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ഫാദർ ഫിഗറാണ്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇന്ന് കാണാൻ പറ്റുമായിരിക്കും, അച്ഛനുമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. കാരണം എംബറർ ഫാദർ ഫിഗറാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയെ നിങ്ങൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തിക്ക് 2 മുഖമാണ്. അതായത് അയാൾ ശരിക്കും നിങ്ങളോട് വളരെ സ്നേഹത്തിലും അതേസമയം ഉള്ളിനുള്ളിൽ വേറൊരു പ്രോസസ്സ് നടത്തുന്ന ഒരാളായിരിക്കും. നിങ്ങളോട് വളരെ കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതിൽ വേറൊന്നും ചിന്തിക്കുന്ന ഒരാളാവാൻ സാധ്യതയുണ്ട്. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ഇന്ന് സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ സീനിയർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ആളുകളായിട്ട് ചിലപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ക്ലാഷ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ആളുകൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് നല്ലതാണ് കേട്ടോ. കാരണം ഈ ആൾ നമ്മളോട് നല്ലതാണ് പറയുന്നെങ്കിലും ഉള്ളിനുള്ളിൽ ഇവർക്ക് മറ്റൊരു ചിന്തയായിരിക്കും ഉണ്ടാകാൻ സാധ്യത. ആർക്കാ? സുപ്പീരിയറോ സീനിയറോ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും സമ്പർക്കപ്പെടുമ്പോഴും അത് മനസ്സിൽ ഓർക്കണം എന്നാണ് കേട്ടോ. അതാണ് എംബററെ. ദെൻ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്.
അപ്പോൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും, കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും, അതുപോലെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാണ്. ഇയാൾ എന്താ ചെയ്യുന്നത്? ഇത് പോളിഷ് ചെയ്യുവാണ്, ഈ നാണയം പോളിഷ് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാം ഇയാൾ പോളിഷ് ചെയ്തതാണ്. അപ്പോൾ അയാൾ ഒരേ ജോലി തന്നെ വീണ്ടും 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 ആവർത്തിച്ച് ചെയ്തിട്ട് അയാൾ ആ സ്കില്ലിൽ ഒരു മാസ്റ്റർ ആവുകയാണ്. അയാൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് ഏൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, നിങ്ങൾ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ പണം ഉണ്ടാക്കുന്ന എനർജിയാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. എക്സ്ട്രാ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഒരു പുതിയ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. ഒരു ഇമോഷണലും സ്പിരിച്വലും ആയിട്ടുള്ള ഒരു പേഴ്സണുമായിട്ട് മീറ്റ് ചെയ്യുക, പുതിയൊരു ലവ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു പുതിയ തുടക്കം ഉണ്ടാവുക, ഒരു പുതിയ ന്യൂ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ അവേക്കനിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ്, ഒരു ഫ്രഷ് ന്യൂ ഇമോഷണൽ ബിഗിനിങ് ആണ്. ഓക്കെ, അതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓഫർ കിട്ടുന്നുണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ ഒരു സർപ്രൈസോ കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ചിലപ്പോൾ ഒരു ജോബ് ഓഫർ കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആളുകൾ പുകഴ്ത്തി പറയുന്നുണ്ടായിരിക്കാം. ഒരു ന്യൂ ബേബി കോൺസെപ്റ്റാണ്, അപ്പോൾ ഒരു ഫെർട്ടിലിറ്റിയുടെ കൂടെ കാർഡാണ്. അതുകൊണ്ട് അപ്പോൾ ഒരു കുഞ്ഞുവാവ ഒരു ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള ഒരാളെ ചിലപ്പോൾ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഇതൊരു ന്യൂ ലവ് ഓഫറാകാം, നിങ്ങളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതാവാം, ഫ്രഷ് ന്യൂ ബിഗിനിങ് ആണ്. അതുപോലെ ഇത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അതായത് ചിലപ്പോൾ ഈ ജന്മത്തിലേ ആയിരിക്കാം, ചിലപ്പോൾ പാസ്റ്റ് ജന്മത്തിലേ ആയിരിക്കും. ആ ആളുകളായിട്ടുള്ളൊരു റീയൂണിയനാണ്. ഏസ് ഓഫ് കപ്പ് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള, ഈ ജന്മമാകാം മുൻ ജന്മങ്ങളിലാകാം, അകന്നു പോയിട്ടുള്ള ആളുകളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയനാണ്. അതാണ് ഏസ് ഓഫ് കപ്പ്. അപ്പോൾ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ. ഒരു മിക്കവാറും മോസ്റ്റ്ലി ഒരു പുതിയ വ്യക്തിയായിരിക്കാം, ഒരു പ്രണയവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് കേട്ടോ. തന്നെ കിങ് ഓഫ് വാൺസ് ആണ്. കുറച്ചൊരു ഫ്ലേർട്ടി എനർജി ഉള്ള ദിവസം പോലെ ഉണ്ട്. അതായത് ചുമ്മാ ഒന്ന് വായി നോക്കിയൊക്കെ നോക്കാനുള്ളൊരു ടെൻഡൻസി എന്ന് പറയത്തില്ലേ, കാണുന്ന ആളുകളോട് വെറുതെ കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കത്തില്ലേ, അതാണ് ഈ കിങ് ഓഫ് വാണ്ട്. അതായത് നമ്മൾ നമ്മുടെ പാഷനെ ചേസ് ചെയ്യുന്നു, അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തുന്നു. അതാണ് കിങ്ങാണ് അച്ചീവ് ചെയ്യുന്ന ആൾ. അതിനുശേഷം കിങ് ഓഫ് വാണ്ട് ഈ പാഷനെ ചേസ് ചെയ്ത് അതിനെ കൈക്കലാക്കിയതിന് ശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്ന ആളാണ്. അതായത് അയാൾ ആ പാഷനിലെ ഏറ്റവും എല്ലാ കടമ്പകളും കടന്ന് ഏറ്റവും മുകളിലെത്തിയിട്ടുള്ള ആളാണ്. അയാൾ പുതിയൊരു പാഷനെ തേടുന്ന ആളായിട്ടാണ് ഈ കിങ് ഓഫ് വാണ്ട് പറയുന്നത്. അപ്പം പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിനെ കൂടുതൽ വ്യാപിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിഷണറിയാണ്. അതായത് ദീർഘദൃഷ്ടിയുള്ള ആളാണ്. അതായത് എന്ന് വെച്ചാൽ കണ്ണിന് കുഴപ്പമുണ്ടെന്നല്ല, ഈ ദീർഘവീക്ഷണം ഉള്ള ആളാണ്. അതുപോലെ നിങ്ങൾ ഒരു ബിസിനസ്സൊക്കെ ആളാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുക. ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉള്ള ആളാണെങ്കിൽ ഒരു കടയാണുള്ളതെങ്കിൽ അതിന് ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക, ദീർഘവീക്ഷണത്തോടു കൂടി നോക്കുക ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു നാച്ചുറൽ ലീഡറാണ്. അപ്പം നിങ്ങൾ ഒരുപാട് അനുഭവസമ്പത്തുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്കിനി എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു ധാരണ ഉള്ള ഒരാളാണ്. അതാണ് കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ കാര്യങ്ങളെ ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ നെല്ലും പതിരും തിരിഞ്ഞ് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരാളാണ് ഈ കിങ് ഓഫ് വാണ്ട്. കാരണം അയാൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ കടന്നു വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്കറിയാം എവിടെ ചെന്നാൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള അറിയാം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് വാൺസ്. ഇന്ന് ജോബിൽ കൂടുതൽ ഓറിയൻറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ചിലപ്പോൾ സീക്ക് ചെയ്യുക, പുതിയ ആപ്ലിക്കേഷൻസ് അയക്കുക, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതാണ് കിങ് ഓഫ് വാണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ കാത്തിരുന്ന ഒരാൾ, ഒരു വ്യക്തിയായിരിക്കാം, പണമായിരിക്കാം, അത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വ്യക്തിയായിരിക്കാം. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. ആർഗ്യുമെൻറ്റുകൾ ഉണ്ടായിട്ട് വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ, ഒരിക്കലും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിട്ടുപോയിട്ടുള്ളവർ, അവർ പോകേണ്ടവരായിരുന്നു. കാരണം ആ ആളുകൾ ഇറങ്ങി പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടുന്ന കുറേ പാഠങ്ങളുള്ളത് കൊണ്ടാണ് ചില ആളുകൾ പോയാൽ തിരിച്ചു വരാൻ സമയമെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് ഒരു ലക്കി ചാമായിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പണമായിരിക്കാം, വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കാം തിരിച്ചു കിട്ടാൻ
സാധ്യതയുണ്ട്. പണം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. പണമായിട്ട് തന്നെ പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നാണ്. എന്ത് ചെയ്യണം, നിൽക്കണോ പോണോ വരണോ വേണോ വേണ്ടയോ എന്നുള്ളൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കത്തില്ലേ. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകത്തില്ല. ഇന്ന് ഒരിടത്ത് പോകണം, പക്ഷെ നമുക്ക് പോകാൻ മടിയാണ്. അപ്പം ഞാൻ പോകണോ, ഇന്ന് പോകണോ, രാവിലെ പോകണോ, ഉച്ച കഴിഞ്ഞ് പോകണോ, ഇന്ന് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന് നമ്മൾ ജഗ്ൾ ചെയ്യത്തില്ലേ. അതാണ്. അതായത് ഒരു നിമിഷം നമ്മൾ പറയുവാണ്, നമ്മൾ വിചാരിക്കും എന്നാൽ അങ്ങനെ ചെയ്യാം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ ചെയ്യാം, ഇപ്പം ചെയ്യേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ മാറി ചിന്തിക്കത്തില്ലേ. മങ്കി മൈൻഡ് സെറ്റ് എന്ന് പറയത്തില്ലേ. അതാണ് ഈ പറഞ്ഞ ജഗ്ലിംഗ് സിറ്റുവേഷനാണ് ഈ പറഞ്ഞ 2 ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു ബാലൻസ് ഇല്ലായ്മയാണ്. ബാലൻസ് ഇല്ലായ്മേനെ നമ്മൾ ആസ്വദിക്കുകയാണ്, പക്ഷേ അതങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ 8 ഓഫ് സോഡാണ്. 8 ഓഫ് സോഡ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ട് പോവുക, ട്രാപ്പിലാവുക, അല്ലെങ്കിൽ നമ്മൾ ഇരയായി പോയി എന്നുള്ള തോന്നലിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കേട്ടോ. ചിലപ്പോൾ ഒരു പെട്ടുപോലെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായ ധാരണ വേണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ആക്ഷൻ എടുക്കുക, നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്. നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ഒന്നും കാണാതിരിക്കുക, കൈ കെട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, എന്നിട്ടൊരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്, നമ്മളാണ് മൂവ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടുപോയി എന്ന് തോന്നുന്ന ആളുകൾ, ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കുന്ന ആളുകളെല്ലാം മനസ്സിലാക്കുക, ഞാൻ പെട്ടത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. മറ്റൊരാളെ മാറ്റണമെങ്കിൽ നമ്മൾ സമയമെടുക്കും, ചിലപ്പോൾ സമയമെടുത്താലും മാറണമെന്നില്ല. അതേസമയം ആ എഫേർട്ട് നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് മാറാൻ പറ്റും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ പറ്റും. അപ്പം നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റുക, നമ്മുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുക, നമ്മൾ ചോയ്സുകൾ എടുക്കുക, നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ മാറി വരുമ്പോഴത്തേക്ക് സമയമെടുക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക, ഞാൻ എൻ്റേതായ പരിവർത്തനങ്ങൾ വരുത്തുക, മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇവിടെ ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന നെഗറ്റീവ് എനർജിയിൽ, നെഗറ്റീവ് തോട്ട്സിൽ ആക്ഷൻ എടുക്കാതെ ഞാൻ പെട്ടുപോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ആളുകളോടാണ്, നിങ്ങൾ ഏതായാലും പെട്ടു, ഇനി എന്താ ചെയ്യേണ്ടത്, വാട്ട് ഈസ് നെക്സ്റ്റ്, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുക, ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് ട്രാപ്പിലാവുന്ന എനർജിയാണ്, അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് ആണ്. ഇന്ന് എംപററും ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാദർ ഫിഗറും മദർ ഫിഗറും വന്നിട്ടുണ്ട്. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും, വളരെ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ദിവസമായിരിക്കും. അതുപോലെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ലേഡി എന്ന് പറയുന്നത് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ലേഡിയാണ്, വളരെ ഗട്ട് ഫീലിംഗ് ഉള്ള ലേഡിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു പെയിൻ അനുഭവപ്പെട്ടാൽ നിങ്ങൾക്കും ആ പെയിൻ അനുഭവപ്പെടും. അവരെന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മണം ഫീൽ ചെയ്യും, അതാണ് ഗട്ട് ഫീലിംഗ്. അപ്പോൾ അത്തരത്തിലുള്ള എനർജി ബേസിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ അനുഭവിക്കാൻ പറ്റുക, മറ്റുള്ളവരുടെ ഫീലിങ്സ് അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഗട്ട് ഫീലിംഗ് ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻറ്റ്യൂഷൻ വളരെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ രഹസ്യം എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളൊന്ന് രഹസ്യം മാറി പരസ്യമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതായിരിക്കും, നിങ്ങളെ തിരഞ്ഞുകൊണ്ടിരുന്ന ചോദ്യമായിരിക്കും, അതിനുള്ള ഉത്തരം ഒന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. മിക്കവാറും അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിനുള്ള ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ വളരെ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ഓറ അതിശക്തമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ചില ആളുകൾ നമ്മളോട് വളരെ സ്നേഹത്തിൽ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് ഇവർ നമ്മളെ തൊടാതെ പോകുന്നുണ്ടല്ലേ, അത് നമ്മുടെ ഓറയിൽ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അവർക്ക് നമ്മളെ താങ്ങാൻ പറ്റത്തില്ല, നമ്മുടെ എനർജി അവർക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഹൈ പ്രീസ്റ്റസ്. അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എനർജി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ അച്ഛൻ്റെ എനർജിയും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ട്. രഹസ്യങ്ങളൊക്കെ പരസ്യമാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടുക ചെയ്യാം. ബോട്ടം നിൽക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ നമ്മളൊരു ലോങ് ടേമിലേക്ക് നമ്മളൊരു ജോലി ചെയ്ത് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ റിവാർഡിന് വേണ്ടിയിട്ട്, അതിൻ്റെ എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ ഫലം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാം. മോസ്റ്റ്ലി പണമായിരിക്കാം. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ആ പൈസ എപ്പോൾ തിരിച്ചിടുമെന്ന് ഓർത്ത് നിൽക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് കുറച്ചൊരു വെയിറ്റിംഗ് ആയിരിക്കും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയില്ല, നടന്നാലും താമസം നടക്കുള്ളൂ. 9 മണി എന്ന് പറഞ്ഞാൽ 10:30 നടക്കുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ഇന്നത്തെ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള എനർജി കാണുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അവിടെ താഴെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ വരും, അവിടെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.